ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് സ്റ്റേക്ക്. സ്റ്റീക്കാണോ സ്റ്റേക്കാണോ എന്നറിയില്ല, പക്ഷേ സ്റ്റേക്ക് എന്ന് വിളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളത്. അത് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ സാധിച്ചു. അടുത്ത് തന്നെ ലുലു ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ പോയി ബീഫൊക്കെ മേടിച്ച് വീട്ടിലെത്തി ക്ലീൻ ചെയ്ത് വെച്ചു. ആദ്യം തന്നെ ബീഫിലുള്ള വെള്ളമൊക്കെ ടിഷ്യൂ കൊണ്ട് ഒപ്പിയെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കുറച്ച് വെളിച്ചെണ്ണയും പുരട്ടി 15 മിനിറ്റ് മാറ്റി വെച്ചു. എന്നിട്ട് പാൻ ചൂടാക്കി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് നേരം ഫ്രൈ ചെയ്തു. ഒന്ന് മൊരിഞ്ഞു വന്നപ്പോഴത്തേക്കും അതിലേക്ക് ബട്ടറും 3 അല്ലി വെളുത്തുള്ളിയും റോസ്മേരി ലീഫും ചേർത്തു. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്തു. ഇത്രയും സിമ്പിളായിരുന്നു എന്ന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് പൊട്ടി പാളിസായി പോയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കുന്നത്. കുറച്ച് ടെൻഷനും എന്നാലും നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് തന്നെ കൂടെ നിന്ന് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കരിഞ്ഞൊന്നും പോകാണ്ട് തന്നെ ബീഫ് സ്റ്റേക്ക് റെഡിയായി. ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് സ്റ്റേക്ക് കഴിക്കുന്നത്. പുറത്ത് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. ഇത് ഞാനായിട്ട് ഉണ്ടാക്കി കഴിച്ചത് കൊണ്ട് എനിക്ക് തന്നെ സ്വയം അഭിപ്രായം പറയാൻ ഇല്ല. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിച്ചു. ആദ്യം ഉണ്ടാക്കിയത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ അത് ഓക്കെ ആയി, കുഴപ്പമില്ലാണ്ട് കഴിച്ചു. ഇത് ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കഴിച്ച്. ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പക്ഷെ വെളുത്തുള്ളിയൊക്കെ അവസാനം ഇപ്പോൾ ഒന്ന് മുരിഞ്ഞു പോയിട്ടോ. ആ ഇലയൊക്കെ മുരിഞ്ഞു. ആ ഇല തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ബീഫ് സ്റ്റേക്ക് റെഡിയായി.